രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഭക്ഷണം തീർന്നിരിക്കുകയാണ്. അനുമോൾക്കും ആദിലയ്ക്കും നൂറയ്ക്കും ശരത്തിനും ഭക്ഷണമില്ല. ആ സമയത്ത് ആര്യൻ വന്ന് പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത്, ഇനി പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് കുറച്ച് മാത്രം എല്ലാവർക്കും വിളമ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു, നമ്മൾ വിളമ്പുന്ന സമയത്ത് കുറച്ച് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് ഇടാനൊന്നും പറ്റില്ലല്ലോ, അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി മുതൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, വിളമ്പി കൊടുക്കാൻ ഞാൻ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയും ചോദിക്കുന്നുണ്ട്, അതെന്താ ലാസ്റ്റ് വരുന്നത്, നിനക്ക് കൂടുതലെടുത്ത് കഴിക്കാനാണെന്ന്. ഞാനിവിടെ നല്ല ജെനുവിനായി തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ വന്ന് ഇതെല്ലാം സെറ്റാക്കി തരാം. ഇനി നാളെ മുതൽ ഇവിടെ ആർക്കും ഫുഡില്ലാതിരിക്കില്ല, എല്ലാവർക്കും ഇവിടെ ഫുഡ് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാനാണ് ഇവിടുത്തെ ഭക്ഷണം വിളമ്പുന്ന ആൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി ഫുഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അനുമോൾ അത് വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. അനുമോൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അതിലെ നൂറെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അനുമോൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആര്യനും അക്ബറും ശരത്തൊക്കെ ഒരു ഗ്യാങ് ആണ്, അനുമോൾക്കെതിരെ കളിക്കുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ അനുമോൾ വലിയ മൈൻഡൊന്നും ആക്കാൻ നിൽക്കുന്നുമില്ല.